ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലഞ്ച് പ്രിപ്പറേഷനാണ്. ഒരു വീക്കെൻഡാണ്. അപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉള്ള സമയത്ത് ലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ്. ഭയങ്കര സ്പെഷ്യലൊന്നുമില്ല, ഫിഷാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് മുള്ളനാണ് കിട്ടിയിരിക്കണേ. മുള്ളൻ കുറിച്ചിൽ എന്നൊക്കെ പറയുന്ന മീനില്ലേ, അത്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ അത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി മീൻകറിയും കാണിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ മീൻകറി കണ്ട് ഏകദേശം മടുത്ത് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ മെയിൻ മീൻകറിയാണ്. ഈസിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. എനിക്കും ഷൈച്ചേട്ടനൊക്കെ ഏറ്റവും ഇഷ്ടം ഈ മീൻകറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോഴും ഇങ്ങനെയാണ് വെക്കാറ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വയ്ക്കുന്നത് മുള്ളനല്ല, കേര വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 1/2 kg വാങ്ങിച്ചു. അപ്പോൾ അത് ഇങ്ങനെ നല്ല തുണ്ടൻ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് കിട്ടിയിരിക്കണേ. വലിയ വലിയ പീസായിരുന്നു. അത് ഞാൻ ആദ്യമേ തന്നെ ചെറിയ ചെറിയ പീസാക്കി നമുക്ക് പാകത്തിനുള്ള പീസുകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കറി വയ്ക്കണേ. അതിന് മുന്നേ നമുക്ക് ഈ മുള്ളനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ മുള്ളൻ ക്ലീൻ ചെയ്യുന്നത് ഈ തലഭാഗത്ത് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ കളഞ്ഞ് അങ്ങനെ ചെയ്യാറില്ല. എൻ്റെ അമ്മ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ എനിക്കും മീൻ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. വറക്കുമ്പോഴൊക്കെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഉള്ളിലത്തെ ഇതെല്ലാം നന്നായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. അപ്പം കറി വയ്ക്കാനുള്ളത് ഞാൻ കുറച്ച് വലുത് നോക്കി തിരിഞ്ഞ് മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്കിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിൽ കുറച്ച് നമുക്ക് നികത്തെ വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇത് ഞാൻ 2 ദിവസത്തിനുള്ളിൽ എടുക്കും. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചു. പിന്നെ വറക്കാനുള്ളതെല്ലാം വരഞ്ഞ് വയ്ക്കുകയാണ്. ഇനി അത് പുരട്ടി വയ്ക്കണം. മസാലയൊക്കെ പുരട്ടി വെച്ച് നമുക്കൊരു പാത്രങ്ങളിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് പണികളാണ്. നമുക്ക് ഈ മീൻ വാങ്ങിക്കുന്ന ദിവസം എക്സ്ട്രാ കുറച്ച് സമയം ഇതിൽ പോവും. അപ്പോൾ നമുക്ക് ആരെങ്കിലും ഹെൽപ്പിനുണ്ടെങ്കിൽ കുഴപ്പമില്ല. തനിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അന്നൊരു ഹെക്റ്റിക് ഡേ ആയിരിക്കുള്ളൂ. എനിക്ക് ഷൈച്ചേട്ടന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന ദിവസങ്ങളിലാണെങ്കിൽ ആൾ ഹെൽപ്പ് ചെയ്ത് തരും. അത് കാരണം എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാറില്ല. ചിലപ്പോൾ ആൾക്ക് എന്തെങ്കിലും വേറെ തിരക്കുകളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആകെ പെട്ടു പോകാറുണ്ട്. കുറച്ച് അധികം മീനുകൾ വാങ്ങിക്കുക. നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള മീനുകളാണ് വാങ്ങിക്കുക. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയെ വാങ്ങിക്കുള്ളൂ വീക്കെൻഡിൽ. മിക്കവാറും അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ തേങ്ങ ചിരകിയിട്ട് അത് ഒരു പാത്രത്തിലാക്കി വെച്ചു. ഇപ്പോഴത്തേക്കുള്ളത് മാത്രം എടുത്തു വെച്ചുള്ളൂ. തേങ്ങ ചിരകിയിട്ട് ഇങ്ങനെ തുറന്ന് വെച്ചേക്കില്ല കേട്ടോ ഞാൻ. അപ്പം തന്നെ ഞാനതൊരു ചെറിയൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കും. ഇനി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് 2 പാത്രത്തിലാക്കിയിട്ട് ഒന്ന് ഫ്രീസറിലേക്കും ഒന്ന് ഫ്രിഡ്ജിലേക്കും വെക്കും കേട്ടോ. തേങ്ങ അങ്ങനെ തുറന്ന് വെക്കരുതെന്ന് പറയും. നമ്മുടെ ഉള്ളി, തേങ്ങ ഇതൊക്കെ അന്തരീക്ഷത്തിലെ വിഷാംശം ഇങ്ങനെ, അതായത് അന്തരീക്ഷത്തിലുള്ള ആ അണുക്കളൊക്കെ അത് അബ്സോർബ് ചെയ്യും. പിന്നെ നമ്മളത് കുക്ക് ചെയ്ത് കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറയും. അപ്പോൾ അതിട്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. നമ്മളിതാ മീനെല്ലാം പുരട്ടി വയ്ക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ച കാര്യമൊക്കെ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് അത് ചേർക്കുന്നില്ല കേട്ടോ. ബാക്കി മസാലകൾ മാത്രം ചേർത്തിട്ടാണ് ഞാൻ മീൻ പുരട്ടി വെച്ചേക്കണേ വറുക്കാനായിട്ട്. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വിനീഗർ, പിന്നെ ഒന്ന് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ചെറിയ ചെറിയ പാത്രത്തിലാക്കി വെക്കാം കേട്ടോ. എപ്പോഴും മീൻ ഒരൊറ്റ പാത്രത്തിലാക്കി വെക്കുന്നതിൽ നല്ലത്. നമ്മൾ എത്ര എടുക്കും എന്ന് കണക്കാക്കിയിട്ട് അങ്ങനത്തെ ചെറിയ പാത്രങ്ങൾ വാങ്ങിയിട്ട് ആ പാത്രങ്ങളിലാക്കി വെക്കുമ്പോൾ മീൻ മൊത്തത്തിൽ പുറത്തെടുത്ത് വെച്ചിട്ട് പിന്നെ തണുപ്പ് മാറി കുറച്ചധികം എടുത്ത് പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് അങ്ങനെയാകുമ്പോൾ മീനിൻ്റെ ടേസ്റ്റ് ആകെ മാറും. ഒരു പ്രത്യേക ടേസ്റ്റ് വരും അതിന്. അപ്പോൾ അതിലും നല്ലത് ചെറിയ പാത്രങ്ങളിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മാത്രം പുറത്തെടുത്ത് വെച്ചാൽ മതി. ഇങ്ങനത്തെ ചെറിയ പാത്രത്തിലാകുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം എത്ര എണ്ണം എടുക്കും ഏകദേശം ഒരു കണക്കനുസരിച്ചിട്ട് നമ്മൾ അതിലേക്ക് വയ്ക്കുക. എന്നിട്ട് അത് അങ്ങനെ തന്നെ പുറത്ത് വയ്ക്കുക. അത് അപ്പം തന്നെ എടുത്ത് കഴിയുമല്ലോ. പിന്നെ മറ്റതെല്ലാം സേഫായിട്ട് ഫ്രിഡ്ജിൽ തന്നെ ഫ്രീസറിൽ തന്നെ ഇരുന്നോളും. അപ്പം ഞാനെപ്പോഴും ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യാറ് കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഫ്രീസറിൽ വയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എൻ്റെ ഫ്രിഡ്ജ് ഭയങ്കര കുഞ്ഞു ഫ്രിഡ്ജാണ്. അതായത് സിംഗിൾ ഡോറിൻ്റെ ഫ്രിഡ്ജാണ്. അപ്പോൾ അതിൻ്റെ ഫ്രീസറിൽ അത്രയ്ക്കല്ലേ സ്ഥലം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റേഷൻ എനിക്കുണ്ട്. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് ഇനി മീൻകറി വയ്ക്കാം. അപ്പോൾ മീൻകറി വയ്ക്കുമ്പം ഞാനത് അരച്ച മീൻകറിയാണ് വയ്ക്കുന്നത്. അതായത് പച്ച തേങ്ങ അരച്ചിട്ടുള്ള മീൻകറിയാണ്. ഇപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഡൗട്ട് തോന്നുക ആദ്യമേ തന്നെ വെള്ളമൊഴിച്ച് വെക്കുന്നത് എന്താണെന്ന്. അപ്പോൾ ഈ പുളി ഒന്ന് തിളപ്പിക്കുമ്പോൾ നമുക്ക് ആ പുളിരസം ശരിക്കും ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ എന്നിട്ട് നമ്മൾ കറിയിലിടുകയാണെന്നുണ്ടെങ്കിൽ കറിയിൽ ഈ പുളി കൂടിപ്പോവില്ല. അല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒരു പുളി ഇടും. കുറച്ച് കഴിയുമ്പം അന്നത്തെ ദിവസം ഇപ്പം രാവിലെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ പുളിയുടെ രസം ശരിക്കും അങ്ങോട്ട് കറിയിലേക്ക് ഇറങ്ങിയിട്ട് കൂടുതൽ പുളിയായിപ്പോവും. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് പുളി ഇടുക. ഒരുപാട് കൂടുതൽ വേണ്ട. നമ്മൾ എടുക്കുന്നതിലൊരു ഇച്ചിരി കുറവെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ അതിലെ പുളിരസം മുഴുവനും വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ പുളി മാറ്റണ്ട. ആ പുളിയും അതിൽ തന്നെ കിടന്നോട്ടെ. എന്നിട്ട് അതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, അതായത് മീൻ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പുളിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അത്രയും പുളിയും നല്ല ആവശ്യത്തിന് പുളിയും എരിവും ഒക്കെയുള്ള ഒരു നല്ല മീൻ കറി ആയിരിക്കുള്ളൂ. അപ്പോൾ ആ പുളി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ഇതുപോലെ ഒരുപാട് നേരം വന്നിട്ട് ഞാൻ തിളപ്പിക്കാറില്ല. അപ്പോഴേക്കും അതിൻ്റെ പുളിരസം ശരിക്കും ഇറങ്ങും. എന്നിട്ട് നമ്മൾ അരച്ച കൂട്ടും കൂടെ ചേർക്കാം. അപ്പോൾ ഞാനിതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടാണ് മല്ലിപ്പൊടി ഒരുപാടില്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ കാശ്മീരിയും ചേർക്കണം. രണ്ടും ഞാൻ ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചേർക്കുമ്പോൾ കുറച്ചും കൂടെ കൊഴുപ്പ് കിട്ടും, കറിക്കൊരു നല്ലൊരു കളറും കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഞാനിതുപോലെ കഴുകി ഉണക്കി ഇതുപോലെ ചെറിയ കണ്ടെയ്നറിലാക്കി വെക്കുന്നതുകൊണ്ടുണ്ടല്ലോ നമുക്ക് ഈസി ആയിട്ട് എടുത്തിടാം കേട്ടോ. കഴുകാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം കഴിക്കുക അതൊരു വൃത്തിയാവും, എനിക്കൊരു തൃപ്തിയാവില്ല. പിന്നെ നമുക്കൊരു ഇരട്ടിപ്പണി പോലെ എനിക്ക് തോന്നും. അപ്പം തന്നെ പിന്നെയും പോയി കഴുകണം, ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും കഴുകി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. നമ്മളെപ്പോഴും ഇതുപോലെ മീൽ പ്രിപ്പ് ചെയ്ത് വയ്ക്കുന്നത് നമുക്ക് ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. ഇപ്പം ഞാനിട്ടത് കുറച്ച് ഉലുവാപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക സാധനം. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പം ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കി വയ്ക്കാറുള്ളൂ, ഒരുപാട് ഉണ്ടാക്കി വയ്ക്കാറില്ല. ഇത് ഏകദേശം ഒരു 2 ആഴ്ചത്തേക്ക് ഉണ്ടാവുമായിരിക്കും. 2 ആഴ്ച ചിക്കനോ അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരും. എന്നാലും ഒരു മാക്സിമം എനിക്ക് 2 ആഴ്ച ഉണ്ടാവും കേട്ടോ. അത്രയും ഞാൻ ഉണ്ടാക്കി വയ്ക്കാറുള്ളൂ, ഒരുപാട് ഉണ്ടാക്കി വയ്ക്കാറില്ല. ഇതിപ്പോൾ 2 ആഴ്ച നമ്മൾ തീരുന്ന സമയത്ത് എടുത്താലും കളർ വ്യത്യാസം ഒന്നുമില്ലാതെ ഇതേപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് ഭയങ്കര ഹെൽപ്പാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വയ്ക്കുക, നന്നാക്കി അപ്പം എടുക്കുന്നതിലും കുറച്ച് ഹെൽപ്പ് തന്നെയാണത്. പിന്നെ വെളുത്തുള്ളി വേണമെങ്കിൽ മാത്രം വേറെ ഞാൻ നന്നാക്കി വയ്ക്കും. ഇഞ്ചിയും നന്നാക്കി വയ്ക്കാൻ സമയം കിട്ടിയാൽ മാത്രമേ വെക്കുകയുള്ളൂ. ഇപ്പം ഞാനിപ്പം വീട്ടിൽ തന്നെ വേറെ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സമയമുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് ഞാനങ്ങനെ നന്നാക്കി എടുക്കാറുമുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കൂടുതൽ ബിസി ആവുന്ന സമയത്ത് നമുക്കിതുപോലെ നന്നാക്കി വയ്ക്കുമോ, വർക്കിംഗ് വുമൻസിനൊക്കെ ഒന്ന് നന്നാക്കി സമയം ഉള്ള പോലെ ഒന്ന് നന്നാക്കി വയ്ക്കുമോ, അല്ലെങ്കിൽ ഹെൽപ്പിന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടൊന്ന് നന്നാക്കി വെപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര ഹെൽപ്പായിരിക്കും കേട്ടോ. കുക്ക് ചെയ്യുന്ന സമയത്ത് അത് മാറ്റി ഒരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോയി എടുത്താൽ മതിയല്ലോ ഫ്രിഡ്ജിൽ നിന്ന്. നമ്മളത് നന്നാക്കി അത്രയും സമയം പോവില്ല. അപ്പോൾ ഇതാണ് കേര. 1 കിലോയിലും കുറച്ച് ഒരു 600 ഗ്രാമോളം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തു. അവർ നന്നായിട്ട് സ്കിന്നൊക്കെ മാറ്റി നല്ല ഇതായിട്ടാണ് തന്നത്. അപ്പോൾ വലിയ പീസായിരുന്നു, അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകി ഞാൻ വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ കറിയിലേക്ക് ഇപ്പം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴാണ് ഞാൻ മീനിടുള്ളൂ കേട്ടോ. തിളക്കണതിന് മുമ്പ് ഞാൻ മീനിടാറില്ല. അതെന്തോ അമ്മ പറഞ്ഞു തന്നൊരു ശീലമാണ്, നന്നായിട്ട് വെട്ടി തിളക്കുമ്പോഴേ മീനിടാവുമെന്ന്. അത് നമ്മൾ ഫ്ലെയിമും കുറച്ച് കൂട്ടി വെച്ചേക്കണം. ആ സമയത്ത് പെട്ടെന്ന് മീനിടുമ്പോഴേക്കും അത് ഇങ്ങനെ മരവിച്ച പോലെ ആവരുത്, നന്നായിട്ട് അങ്ങോട്ട് വരണം. അങ്ങനെ മീൻ നന്നായിട്ട് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീൻ വേവണമല്ലോ. ഈ ചാള അയില പോലെയല്ല, ഈ കേരയ്ക്കൊക്കെ കുറച്ചും കൂടെ വേവുണ്ടല്ലോ. അപ്പോൾ ഒരു ഇത്തിരി നേരവും കൂടെ നമുക്ക് വേവിക്കേണ്ടി വരും. അപ്പോൾ മീൻകറി അവിടെ ഇരുന്നാവട്ടെ. ഇനി നമുക്ക് കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഉള്ളിയൊക്കെ അങ്ങ് ചതച്ചെടുക്കാം. ഉള്ളി ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഈ ഇങ്ങനെ പ്രിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ. ശരിക്കും നമുക്ക് അങ്ങനെ ചെയ്ത് ഒരു പ്രാവശ്യം വെച്ച് കഴിയുമ്പോൾ നമ്മൾ അത്രയും റിലാക്സ് ചെയ്തിരുന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് വീണ്ടും അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് തന്നെ തോന്നും. കുറച്ച് നമുക്ക് കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യുമ്പം നല്ല കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മനസ്സ് ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുള്ളൂ. ആ ഒരു ഒരു സ്നേഹത്തോടെ നിന്ന് ചെയ്യുമ്പോൾ ആ ഒരു ഭക്ഷണത്തിനൊരു പ്രത്യേക രുചി തന്നെയായിരിക്കും കേട്ടോ. നമ്മൾ ടെൻഷൻ അടിച്ച് തീരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുമ്പം നമുക്കതിനൊരു ആ ഒരു നെഗറ്റിവിറ്റി ആ ഫുഡിലേക്കും വരുമെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. നമ്മളത്ര എൻജോയ് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സന്തോഷത്തോടെ പ്രിപ്പയർ ചെയ്യുന്നൊരു ഫുഡ് കഴിക്കുമ്പോൾ അവർക്കും ആ ഒരു പോസിറ്റീവ് എനർജി അതിലൂടെ കിട്ടും, അതിലൂടെ ഫീൽ ചെയ്യും എന്നാണ് എനിക്ക് തോന്നാറ്. അപ്പോൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു പോസിറ്റിവിറ്റി നമ്മൾ കീപ്പ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഒരു അന്തരീക്ഷം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ എപ്പോഴും നമുക്കിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് സ്ട്രെസ്ഫുള്ളായിട്ട് വരുന്ന സിറ്റുവേഷൻ നമ്മൾ തന്നെ അവോയ്ഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് കിച്ചണിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണോ ആവശ്യങ്ങൾ അത് കണ്ടറിഞ്ഞ് നമ്മൾ തന്നെ ചെയ്യുക കേട്ടോ. നമ്മളറിയാവുന്ന ഏറ്റവും കൂടുതൽ നമ്മൾക്കല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ജോലികൾ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഒന്ന് ഈസി ആക്കാവുന്ന രീതിയിൽ നമ്മൾ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും അത് ബുദ്ധിമുട്ടുന്നത് ഈ കുഞ്ഞു കാര്യങ്ങൾക്കായിരിക്കുള്ളൂ. മുളകെടുത്ത് കഴുകുക, കറിവേപ്പില കഴുകുക, ഒരു ഉള്ളി പെട്ടെന്ന് നന്നാക്കിയെടുക്കുക, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രിപ്പറേഷൻ റെഡിയാക്കി വെക്കുക. അപ്പോൾ വർക്കിംഗ് ആയിട്ട് ഉള്ള ആളുകൾക്കും ഇപ്പം ഹൗസ് വൈഫായിട്ടുള്ള ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമുക്കുള്ള സമയം നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മളിതുപോലത്തെ പ്രിപ്പൊക്കെ ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇപ്പം ഫുൾ ടൈം വീട്ടിലിരിക്കുന്ന ഞങ്ങൾക്ക് എന്തിനാണ് ഈ പ്രിപ്പ് എന്ന് ആരും ചിന്തിക്കരുത്. ഞാനിപ്പം പുറത്ത് പോയി വർക്ക് ചെയ്യുന്ന ആളല്ല. പക്ഷേ അങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ അത്രയും ഫ്രീ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുഞ്ഞുമക്കൾ സ്കൂളിൽ പോകുന്ന സമയമായിരിക്കും രാവിലെ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ വിളിക്കുമ്പോൾ നമുക്ക് ദേഷ്യമായിരിക്കുള്ളൂ വരാം. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മൾ ഹാപ്പി ആയിട്ട് അവരെ വിടാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിതുകൊണ്ട് എന്തായാലും ഒരാൾക്കും ഒരു ദോഷവും വരില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ പണികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കൂർക്ക ഏകദേശമായി വരുന്നു. മീൻ വറക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് മീൻ കറി, കൂർക്ക മെഴുക്കുവരട്ടി, പിന്നെ മീൻ വറുത്തത് കേട്ടോ, മുള്ളൻ വറുത്തത്. അപ്പോൾ അതാണ് ഇന്നത്തെ ലഞ്ച്. നമുക്ക് കുറച്ച് ഇപ്പം ഈ കൂർക്കയൊക്കെ വേണമെങ്കിൽ തലേദിവസം തന്നെ നമുക്ക് നന്നാക്കി വെക്കാം കേട്ടോ. നന്നാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല കറയൊന്നും പിടിക്കാതെ നല്ല ഭംഗിയായിട്ടിരിക്കും. പറ്റുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഷൈച്ചേട്ടൻ ചെയ്ത് തന്നുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി കഴിക്കട്ടെ കേട്ടോ. നല്ലൊരു മീൽ പ്രിപ്പ് ഞാനെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ മീൻ കറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ.